KSUPS തൊട്ടിപ്പാൾ ഫുട്ബോൾ അക്കാദമിയെ സംബന്ധിച്ച് ഇന്ന് അവിസ്മരണീയമായൊരു ദിനമാണ്. നമ്മുടെ അക്കാദമിയിലെ കുട്ടികൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളി സച്ചിൻ സുരേഷിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ പൊളിക്കില്ലേ? നമ്മളുടെ വീടിൻ്റെ അമ്പലത്തിൻ്റെ നമ്മുടെ കൂടെ നമ്മുടെ കോച്ച് സുനിൽ സാറ്, പിന്നെ നമ്മുടെ വിനിച്ചേട്ടൻ, പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. കണ്ടിട്ട് വിശേഷങ്ങൾ പറയും. അങ്ങനെ നമ്മുടെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ സച്ചിൻ സുരേഷിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ പുറത്ത് കാത്തിരിക്കുന്നത് സച്ചിൻ സുരേഷിന്റെ അച്ഛനാണ്. ആദ്യം പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ് എന്ന് പറയുന്നത് FC കാറിലാണ് നമ്മൾ തൃശ്ശൂർ. ആദ്യമായിട്ട് കോച്ചിങ്ങിന് പോയത് പറപ്പൂര്
ഫുട്ബോൾ അക്കാദമിയുടെ സെറ്റ് സെന്ററിൽ പറപ്പൂര് 8 വയസ്സുള്ളപ്പോ 7-8 വയസ്സുള്ളപ്പോ വെച്ച് അച്ഛൻ സുരേഷ്. ക്യാമ്പല്ല ഫുട്ബോൾ ഇങ്ങനെ വീണ്ടും ഉള്ളൊക്കെ ഒരു 2-3 വയസ്സുള്ളപ്പോ തൊട്ട് തുടങ്ങിയിട്ടുണ്ടായില്ല വീടിന്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞിട്ടാണ് ക്യാമ്പിന് പോയത്. കുറെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് LKG തൊട്ട് 7ാം ക്ലാസ് വരെ ഇവിടെ JMJ അത്താണി എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ് CMS സ്കൂൾ പഠിച്ചു തൃശ്ശൂർ. അത് കഴിഞ്ഞിട്ട് 9 തൊട്ട് +2 വരെ കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ ഉള്ളിൽ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ പഠിച്ചു. ഡിഗ്രി കേരള ഫുട്ബോൾ ആകർഷിച്ച ഘടക അച്ഛൻ ഗോൾക്കീപ്പറായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എന്നെ ഗോൾക്കീപ്പറാക്കണം. ആവാൻ പ്രൊഫഷണൽ ഫുട്ബോളിൽ അത് കളിക്കാൻ പറ്റിയില്ല. കുറെ പ്രശ്നം കാരണം അപ്പം എന്നെ ആക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് ചെറുപ്പം തൊട്ട് അച്ഛൻ എന്നെ ഗോൾക്കീപ്പറാകാൻ വേണ്ടി ആകർഷിച്ചു. അച്ഛൻ വഴിക്ക് ചെറുപ്പം തൊട്ട് അച്ഛന് എന്നെ ഗോൾക്കീപ്പറാകാനുള്ള ആഗ്രഹം. അപ്പൊ അങ്ങനെ കളിച്ച കുട്ടിക്കാലത്തെ പ്ലേയേഴ്സാ. കുട്ടിക്കാലത്തെ പ്ലേയേഴ്സ് കുറെ പേരുണ്ട്. ഇപ്പൊ രാവിലെ എന്റെ കൂടെ കളിച്ചാണ് ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ചോർന്നത്. അത് കഴിഞ്ഞ പിന്നെ വേറെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. റോഷൻ എന്ന് പറഞ്ഞ പ്ലേയേഴ്സ് ഉണ്ട്. സന്തോഷ് ട്രോഫി കളിച്ചത്. പിന്നെ ഇപ്പൊ ISL കളിക്കുന്നത് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ കളിച്ചത് എമിൽ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട് ഇവരുടെ ജംഷഡ്പൂരിന്റെ. പിന്നെ ഹൈദരാബാദിന്റെ അലക്സജി. പിന്നെ നമ്മളെ പിന്നെ അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ISL കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് അധികം പ്ലേയേഴ്സ് കളിച്ചു. രാഹുലി. അതല്ലാണ്ട് പിന്നെ റോഷൻ എന്ന് പറഞ്ഞ പ്ലെയർ, അവൻ ഇത് കളിക്കുക 2nd ഡിവിഷൻ ലീഗ്, ഐ ലീഗ് പ്രൊമോഷൻ. പിന്നെ വിബിൻ, നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ള വിബിൻ, അതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ ഡിഗ്രി കേരള കോളേജില് BCom വരെ പഠിച്ചു. ലൂണ ലൂണ അടിപൊളി താരം അതും അഡ്രിയാൻ ലൂണ. കോച്ച് പറഞ്ഞാൽ എന്റെ ഫുട്ബോളിംഗ് കരിയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോച്ചാണ് നമ്മുടെ കോച്ച്. കാരണം ആളാണ് എനിക്ക് കളിക്കാൻ എന്നെ വിശ്വസിച്ച് കളിക്കാൻ ചാൻസ് ഉണ്ട് ISL. ആളും നമ്മുടെ ഗോൾ കീപ്പർ കോച്ചും ആയിരുന്ന സ്ലാവനും പിന്നെ ഇവാൻ കോച്ചും. അവർ രണ്ടുപേരുമാണ് എനിക്ക് ISL കളിക്കാനുള്ള ചാൻസ് എന്തും നമ്മുടെ യങ്സ്റ്റേഴ്സിൽ വിശ്വസിച്ച് ചാൻസ് തന്ന ആൾക്കാർ. അപ്പോൾ വളരെ നല്ല കോച്ചാണ്. നല്ല യങ്സ്റ്റേഴ്സിനെ ബിലീവ് ചെയ്യുന്ന കോച്ചായിരുന്നു. വളരെ സന്തോഷം ആളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത്. മാഞ്ചസ്റ്റർ സിറ്റി. ലയണൽ മെസ്സി. കാരണം നിങ്ങൾക്കറിയാലോ കാരണം എന്താണ്. അർജന്റീന. ഇന്ത്യയുടെ ലോകകപ്പ് യോഗ്യത പ്രതീക്ഷയുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഇന്ത്യൻ ടീമിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. നല്ല പ്ലേയേഴ്സ് വളർന്നവരുണ്ട്. എന്നാൽ ഭാവിയിൽ നമുക്ക് എന്തായാലും വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുമെന്ന വിശ്വാസം. 40 കോടി ജനങ്ങളുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം അത് ചെറുപ്പം തൊട്ട് അക്കാഡമിക് തൊട്ട് നോക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് കളിക്കാനാവാത്ത അത്രയും ഗ്രൗണ്ട് ഇല്ല, അതിനുള്ള ആവശ്യങ്ങളില്ല. പുറത്ത് ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ടായിരുന്നു കളിക്കാൻ. അവിടെ പോയപ്പോ എത്ര ഗ്രൗണ്ടാണ് കണ്ടാൽ മനസ്സിലാവും. കാരണം ഒരു ക്ലബിന്റെ ഇതിലാണ് ഒരു 10 പുല്ല് ഗ്രൗണ്ട്, നല്ല അടിപൊളി ഗ്രൗണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അത് അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഒക്കെ വന്ന ഇതായാലാണ് നമുക്ക് അവരെ പോലെ ആവാൻ പറ്റും. ഇന്ത്യൻ ടീമിൽ സുനിൽ ഛേത്രിക്ക് പകരം ആരാകും? അത് കണ്ടറിയണം. സുനിൽ ഛേത്രിക്ക് പകരം ഇപ്പോ എന്റെ അറിവിൽ ഇന്ത്യയില് പ്ലേയേഴ്സ് വളർന്നു വരുന്നുള്ളൂ. ആ ഒരു ലെവലിൽ എത്താൻ എന്തായാലും സമയം എടുക്കും. നമുക്ക് കണ്ടറിയാൻ ആരാവുന്നത്. ഒരു മികച്ച പ്ലെയർ ആവാൻ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മികച്ച പ്ലെയർ ആവാൻ നമ്മള് ഫുട്ബോളിനോട് 100% കമ്മിറ്റഡ് ആയിരിക്കണം.
നമ്മൾ എന്ത് തന്നെ വന്നാലും പറ്റില്ല എന്ന് മനസ്സിൽ വിചാരിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ നന്നായി ട്രെയിനിങ് ചെയ്ത് സാർമാർ പറയുന്നത് കറക്റ്റ് കേട്ട് ഒരു കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ ചെയ്താൽ എല്ലാം ശരിയാവും. കുറച്ച് ഭാഗ്യം കൂടി വേണം. അത് ദൈവം സഹായിച്ച് ദൈവത്തിനോട് വിശ്വസിക്കുക, എല്ലാം വരും. അതനുസരിച്ച് ഫുട്ബോൾ കളിക്കാരുടെ ഡയറ്റിനെ കുറിച്ച് 2 വാക്ക്. ഫുട്ബോൾ കളിക്കാരുടെ ഡയറ്റിനെ കുറിച്ച് 2 വാക്ക്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭക്ഷണം നല്ലോണം കഴിക്കുക, പക്ഷെ എല്ലാം വാരി വലിച്ച് കഴിക്കരുത്. പരമാവധി മിഠായി, പിന്നെ വറുത്ത സാധനങ്ങൾ, ഈ ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അതൊന്നും കഴിക്കാൻ പാടില്ല. നിങ്ങൾ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക. ഈ വറുത്ത സാധനങ്ങൾ ഒഴിവാക്കുക. കാരണം അത് നമ്മുടെ ബോഡിയുടെ ഫാറ്റ് പെർസെൻറ്റേജ് കൂട്ടും. അപ്പം നമുക്ക് കളിക്കാനുള്ള മസിൽസൊക്കെ വീക്കാവും. പിന്നെ മധുരം കഴിച്ചാൽ നമ്മുടെ എല്ലിൻ്റെ ബലത്തിന് അത് പ്രശ്നം ചെയ്യും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര കൂടുതൽ നാൾ പരിക്കൊന്നുമില്ലാണ്ട് കളിക്കണമെങ്കിൽ മധുരം, മറ്റേ ഇതായിട്ടുള്ള മറ്റേ എന്താ പറയുക, വെളിച്ചെണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. നല്ലോണം കുടിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും നല്ലോണം ഒരു ദിവസം മിനിമം ഒരു 4 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായിട്ടുള്ള താങ്കൾ എന്തൊക്കെയാണ് ഒരു ദിവസം ഫുഡ് കഴിക്കുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ട്രെയിനിങ് ഉള്ള സമയത്ത് കാര്യം പറയാം. ടീമിൻ്റെ കൂടെയുള്ളപ്പോൾ രാവിലെ എണീറ്റിട്ട് പ്രോട്ടീൻ ഒരു ഷേക്ക് ഉണ്ടാവും, അതിനെ കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ബ്രെഡ്, പീനട്ട് ബട്ടർ, പിന്നെ ഓംലേറ്റ്, അങ്ങനെ എഗ്ഗ്, മുട്ട കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ മൂസ്ലി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നിങ്ങൾക്ക് കോൺഫ്ലേക്സ് അറിയില്ലേ? അതിന് വേറെ ടൈപ്പ് ഉണ്ട്. ഈ നട്ട്സ് ഇതൊക്കെ ആയിട്ടുള്ള ഒരു മൂസ്ലി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് കുടിക്കും. അതാണ് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഉച്ചയ്ക്ക് ട്രെയിനിങ്ങിന് മുന്നേ റൈസ്, ദാൽ കറി, അതായത് അല്ലെങ്കിൽ സാമ്പാർ ഏതായാലും അത് ഒരു കറി കൂട്ടി. പിന്നെ ചിക്കൻ, ഗ്രിൽ ചിക്കൻ ഉണ്ടാവും. അതായത് ഈ ഗ്രില്ലില്ലേ ചിക്കൻ, അധികം മസാല ഒന്നും വേണ്ട അത്. പിന്നെ എന്തെങ്കിലും സാലഡ്സ് ഒക്കെ ഉണ്ടാവും. അതായത് വെജിറ്റബിൾസ്, ഒന്നും ചെയ്യാത്ത വെജിറ്റബിൾസ് ഉണ്ടാവും. ഈ എന്താ പറയുക, കുക്കുംബറിൻ്റെ മലയാളത്തിൽ കക്കരിക്ക, പിന്നെ സവോള, അങ്ങനത്തെ ക്യാരറ്റ്, അങ്ങനത്തെ കഴിക്കുക. അതാണ് ഉച്ചയ്ക്ക്. പിന്നെ ട്രെയിനിങ്ങിന് മുന്നേ നമ്മൾ ഈ ചോറ് നല്ലോണം കഴിക്കണം. എന്താണെന്ന് വെച്ചാൽ, അതായത് വൈകുന്നേരം ട്രെയിനിങ്ങുള്ളപ്പോൾ പോകണ്ട. കാരണം ഈ ട്രെയിനിങ് ഭയങ്കര ഹാർഡ് സെഷൻ ആകുമ്പോൾ ഈ ചോറിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും. അത് നമുക്ക് എനർജി തരുന്ന സാധനം, ശക്തി തരുന്ന സാധനം. അപ്പോൾ ആ ചോറ് നല്ലോണം കഴിക്കണം. വൈകുന്നേരം കളിയൊക്കെ ഉള്ളപ്പോൾ 2 മണിക്കൂർ മുന്നേ ചോറ് നല്ലോണം കഴിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ശക്തി കിട്ടും. ഭക്ഷണം കഴിക്കേണ്ട ഒരിക്കലും കളിക്കാൻ പോകാൻ പാടില്ല. പിന്നെ അത് ട്രെയിനിങ് കഴിഞ്ഞാൽ പ്രോട്ടീൻ കുടിക്കും. നമ്മുടെ വേ പ്രോട്ടീൻ മസിൽ റിക്കവറിങ് ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി റൈസ് പരമാവധി ഒഴിവാക്കിയിട്ട് ഈ പാസ്ത അങ്ങനെ, അല്ലെങ്കിൽ ചപ്പാത്തി, ചിക്കൻ അധികം മസാല ഒന്നും ഇല്ലാണ്ട് എന്തെങ്കിലും കറി വെച്ച് അത് കഴിക്കും. പിന്നെ സാലഡ്സ് ഉണ്ടാവും. ഇതാണ് മെയിനായിട്ട് കഴിക്കും. പാടത്തെ കളിക്കാരനും ചേട്ടനെ പോലെ പ്രൊഫഷണൽ കളിക്കാരനാവുന്നതിനിടയിൽ എന്തെല്ലാം സാക്രിഫൈസുകളാണ് ചെയ്യേണ്ടി വന്നത്? സാക്രിഫൈസ് എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് കുറെ നാൾ മാറി നിൽക്കേണ്ടി വന്നു ചെറുപ്പത്തിൽ. അത് വിഷമം ഉണ്ടാവും. പക്ഷെ അതൊക്കെ മാറി നമ്മളുടെ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ കാര്യം ചെയ്തു. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ പറ്റുള്ളവർ അടിച്ചു പൊളിച്ച് ടൂറും മറ്റേതൊക്കെ പോകുമ്പോൾ നമുക്കങ്ങനെ പോകാൻ പറ്റിയിട്ടൊന്നുമില്ല. ഈ ഫുട്ബോളിൻ്റെ ഇതിൽ ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പുറത്ത് പിള്ളേർ കളിക്കാൻ പോകുമ്പോൾ അങ്ങനെ അധികം കളിക്കാൻ പോകാറൊന്നുമില്ല. പരിക്ക് അങ്ങനത്തെ പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെറുപ്പത്തിൽ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആവാൻ പറ്റിയത്. ഒരു ദിവസം എത്ര നേരം വർക്കൗട്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ, രാവിലെ ജിം, അതായത് ജിം സ്ട്രെങ്ത് സെഷൻ ഉണ്ടാവും. ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും. പിന്നെ വൈകുന്നേരം ട്രെയിനിങ് ഒരു 1.5 മണിക്കൂറാണ് എൻ്റെ പ്രോഗ്രസ്. അതാണ് മെയിനായിട്ട് ട്രെയിനിങ്. പരിശീലനം ചെയ്യാൻ കൂട്ടാളികളാരും പരിശീലനം ഇല്ല, ഒറ്റയ്ക്ക് പരിശീലിക്കും. നമ്മൾ കൂടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പരിശീലിക്കണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒറ്റയ്ക്കുള്ളപ്പോൾ, ജഗിൾ ചെയ്യാൻ പറ്റും, പിന്നെ ഡ്രിബ്ലിങ് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും, ടേൺസ് ചെയ്യാൻ പറ്റും. പ്ലേയേഴ്സിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ടേൺസ് ചെയ്യാൻ പറ്റും. പിന്നെ മതിൽമേക്ക് പാസ് ചെയ്ത് റിസീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് സ്വയം ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതല്ലാണ്ട് മടിപ്പിച്ചിരുന്നിട്ട് കാര്യമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് ടീമിൽ കയറാൻ നിങ്ങൾ ഇപ്പോൾ കളിക്കാൻ കിട്ടുന്ന ചാൻസ്, ഇപ്പോൾ നിങ്ങൾ ഓരോ ടൂർണമെൻറ്റിൽ പോകുമ്പോൾ നന്നായി കളിക്കുക. നന്നായി കളിച്ചിട്ട് അവിടെ ചിലപ്പോൾ സ്കൗട്ട്സ് വരും ടീമിൻ്റെ. അപ്പോൾ അതിൽ നിങ്ങൾ ചിലപ്പോൾ യൂത്ത് ടീമിലേക്ക് വിളിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ. അല്ലെങ്കിൽ ഇങ്ങനെ നന്നായി ഇപ്പോൾ ട്രെയിനിങ് ചെയ്ത് നിങ്ങളുടെ കോച്ചിനോട് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് അക്കാഡമിയുടെ ട്രയൽസ് വരുമ്പോൾ അതിലേക്ക് എങ്ങനെയും ട്രയൽസിന് ഇറങ്ങാൻ പറ്റാനുള്ള ഒരു ഇത്, നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോച്ച് അവിടേക്ക് വിടും. അപ്പോൾ ട്രയൽസിന് ഇറങ്ങി സെലക്ഷൻ ആകും.
ഇല്ല, എന്നെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന് തന്നെ എൻ്റെ രക്ഷിതാവാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം എന്ത് തന്നെ വന്നാലും ഫുട്ബോൾ പ്ലെയർ ആവുന്ന ലക്ഷ്യത്തിലാണ് ഞാൻ ഇറങ്ങി പ്രൊഫഷണൽ ഫുട്ബോൾ ആയി കളിക്കും എന്നുള്ളത്. അപ്പോൾ വീട്ടുകാരും വളരെയധികം നല്ല സപ്പോർട്ടായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളുടെ മുമ്പ് എനിക്ക് ഭാഷ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല. നമ്മുടെ എനിക്ക് ഇവിടെ ഇന്ത്യക്ക് പുറത്ത് പോയപ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. ഇംഗ്ലീഷ് അറിയാം. പിന്നെ കേരളത്തിൽ പുറത്ത് പോകുമ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കുക. ഹിന്ദി അറിയാം. പിന്നെ തമിഴ് ചെറുതായിട്ട് അറിയാം. പിന്നെ മലയാളം, ഹിന്ദിയും ഇംഗ്ലീഷുമാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് നമ്മൾ ഇവിടെ ഇന്ത്യയിലും പിന്നെ പുറത്തേക്കും പോകുമ്പോൾ. നമ്മുടെ സ്പാനിഷ് കളിക്കാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ ക്ലബ്ബുകളിൽ വരില്ലേ? അപ്പൊ ഭാഷ ഒരു പ്രശ്നമായി മാറില്ലേ? ഭാഷ ഒരു പ്രശ്നമായി മാറില്ല. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മനസ്സിലാവും, സംസാരിക്കാൻ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ സംസാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പാനിഷ് ചെറുതായിട്ടൊക്കെ അറിയാമല്ലേ, ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ അധികം അറിയില്ല. ചേട്ടന് അങ്ങനത്തെ വാക്കുകൾ വരെ അറിയോ? എനിക്ക് അങ്ങനെ അധികം അറിയില്ല. ഓക്കെ. പിന്നത്തെ വഴികളിൽ വിദ്യാഭ്യാസം വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് വിദ്യാഭ്യാസം കൂടി വേണം കളിയുടെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. കാരണം ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ജോലിയൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം. എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു, +2 ഫുൾ A+ ആയിരുന്നു. അപ്പോൾ പഠിപ്പും കൂടെ കൊണ്ടുപോയിട്ട് കളിയുടെ അതും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. സക്സസ് എന്നതിനെന്താണ് നിർവചനം കൊടുക്കുന്നത്? സക്സസ് എന്നതിന് ഹാർഡ് വർക്ക് എല്ലാം ചെയ്താൽ സക്സസ് കിട്ടുള്ളൂ. ഹാർഡ് വർക്ക്സും ഡെഡിക്കേഷനും ആണ് സക്സസിന്റെ കീ. ഓക്കെ. എന്താണ് കേരള എന്താ പഠിക്കുന്നത്? ഞാൻ B.Com ആയിരുന്നു. കഴിഞ്ഞു അല്ലേ? ഓക്കെ. ഫുട്ബോൾ കളിക്കാറങ്ങുമ്പോൾ ഭയം ഇല്ല. ഭയപ്പെട്ടാൽ നമുക്ക് കളിക്കാൻ പറ്റില്ല. അങ്ങനെ പ്ലെയേഴ്സിനെ ഭയപ്പെട്ടിട്ട് കളിച്ചിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. നമ്മളെ വിശ്വസിച്ച് ഞാൻ വിശ്വസിച്ച് കളിക്കുകയാണ് ചെയ്തത്. മിസ്റ്റേക്ക് ഉണ്ടാവും, അത് കളിയുടെ ഭാഗമാണ്. അത് എന്ന് വിചാരിച്ച് നമ്മൾ മിസ്റ്റേക്ക് വരുമെന്ന് പേടിച്ച് കളിച്ചാൽ നമുക്ക് കളിക്കാൻ സാധിക്കില്ല. ഞാൻ എത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ഞാൻ FC കേരളയിലേക്ക് എന്താ പറയുക +2 കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടേക്ക് വന്നു, നമ്മുടെ തൃശ്ശൂർക്ക്. അപ്പോൾ FC കേരള എന്നുള്ള ടീമിൽ ജോയിൻ ചെയ്തു. ഞാൻ കേരളമേൽ പഠിക്കാൻ ചേർന്നപ്പോൾ. അപ്പോൾ അവിടെ ഞാൻ 2 സീസൺ കളിച്ചു. അതായത് KPL, പിന്നെ ഇവിടെ എന്താ പറയുക 2nd ഡിവിഷൻ അതിലേക്ക് കളിച്ചു. അവിടെ നിന്ന് പിറ്റത്തെ കൊല്ലം എനിക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലേക്ക് ഓഫർ വരുമായിരുന്നു, റിസർവ് ടീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കൊല്ലം റിസർവ് ടീമിൽ കളിച്ചു. പിന്നത്തെ സീസണാണ് സീനിയർ ടീമിൽ വരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ. ISL എതിരെ കളിച്ചതാണോ? ISL എതിരെ കളിച്ച ടഫസ്റ്റ് ടീമിന് പറയാൻ ഞാൻ കളിച്ചത് നമ്മള് മുംബൈ ആയിട്ട് കുറച്ച് ടഫായിരുന്നു മാച്ച്. അത് അവിടെ പോയി കളിച്ചപ്പോൾ അത് മാത്രമാണ് ഒരു ടഫായിട്ട് ഞാൻ കളിച്ചതിൽ. മോഹൻബഗാനായിട്ട് ടഫ് എന്ന് പറയാൻ തോന്നിയിട്ടില്ല. കാരണം അധികം സിറ്റുവേഷൻസ് വന്നിട്ടില്ല. നമ്മളാണ് നന്നായി കളിച്ചത്. ടഫായിട്ട് തോന്നിയ മാച്ച് നമ്മുടെ ഗ്രൗണ്ടിൽ ചെന്നൈ ആയിട്ട് കളിച്ച മാച്ച് ടഫായിരുന്നു. അവർ നന്നായി കളിച്ചു വന്നിട്ട് ഫസ്റ്റ് ഹാഫ്. ആ ഒരു മാച്ചാണ് കൂടുതൽ ടഫായിരുന്നു. അപ്പോൾ പൊതുവെ പാരൻസ് നമ്മുടെ മക്കള് മെസ്സി ആവണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പൊതുവെ അങ്ങനെയാണ് കണ്ടേക്കണത്. എല്ലാവരും സ്ട്രൈക്കർ അല്ലെങ്കിൽ മിഡ്ഫീൽഡർ എന്ന രീതിയിലേക്ക് കൊടുക്കുമ്പോൾ സുരേഷ് ഏട്ടൻ തന്നെ സച്ചിന്റെ ആദ്യകാലത്തെ കോച്ചായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഗോളിയായിട്ട് തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്കില്ല് കണ്ടിട്ടാണോ? എങ്ങനെയാണ് ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത്? ഞാന് എന്റെ മൂത്ത കുട്ടി പെൺകുട്ടിയായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി ആണെങ്കിൽ അവനെ ഗോൾ കീപ്പർ ആക്കുന്ന അന്നേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സാലെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യം ആൺകുട്ടിയായി കിട്ടി. അപ്പോ അന്ന് ഇവൻ ചെറിയ കുട്ടിയായിട്ട് അത്യാവശ്യം ഇങ്ങനെ ആൾക്കാരെ നോക്കി തുടങ്ങിയ ഒരു പ്രായം ഉണ്ടല്ലോ. ആ പ്രായമായി ഇപ്പൊ തൊട്ടവന് ഞാൻ കളിക്കാൻ ബോളുകളാണ് ഇട്ട് കൊടുത്തിരുന്നത്. ബോളുകളെ കൊടുക്കുക. ആദ്യമൊക്കെ ചെറിയ ബോൾ കൊടുക്കും, പിന്നെ വലുതാക്കി 3-ാം നമ്പർ ബോൾ വരെ എത്തി. ആ 3-ാം നമ്പർ ബോള് ചെറിയ ബോളാണ്. ആ ബോൾ വെച്ചിട്ടുണ്ട് ഇവൻ ഒരു 4 വയസ്സൊക്കെ ഉള്ള സമയത്ത് വീടിന്റെ അകത്ത്
ചെറിയ തോതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും, പിടിക്കും. അന്ന് ഡൈവിംഗ് ഒക്കെ ചെയ്യും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡൈവ് ചെയ്യാൻ. അന്ന് ചിബിയന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡൈവ് ചെയ്യുക നന്നായിട്ട്. റൈറ്റിലേക്ക് ഇത്തിരി തപ്പലായത്. അപ്പൊ ഞാൻ പറയാം അത് കുഴപ്പമില്ല, നമുക്ക് ഗ്രൗണ്ടിൽ പോകുമ്പോൾ ശരിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആണ് ആ ഒരു ഡെവലപ്മെന്റ് അങ്ങനെയാണ് അല്ലേ. ഇതുണ്ടല്ലോ എന്താവണം, എന്താണ് സ്വപ്നം, അതാണ് ചോദിക്കുന്നത്. എന്റെ സ്വപ്നം എന്ന് പറയുന്നത് അടുത്ത സീസൺ ബ്ലാസ്റ്റേഴ്സിന് കളിച്ച് നന്നായി പെർഫോം ചെയ്ത് ഇഞ്ചറി ഇല്ലാണ്ട് ഫുൾ സീസൺ കളിച്ച് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കപ്പടിക്കണം. അതോടുകൂടെ നാഷണൽ ടീമിന്റെ ഫസ്റ്റ് കീപ്പറാവണമെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അടുത്ത്. അപ്പോൾ താങ്കളുടെ സ്വപ്നം പോലെ താങ്കൾക്ക് മികച്ച പെർഫോമൻസിലൂടെ എന്താ പറയാ കപ്പെടുക്കാനും അതിനുശേഷം ഇന്ത്യൻ ടീമിൽ കയറാനും അടുത്ത ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ ഇന്ത്യ കയറി ഇന്ത്യ ലോകകപ്പ് എടുക്കാനും ആ കപ്പ് ഉയർത്താനും ഒരു മലയാളി എന്ന നിലയിൽ ഞങ്ങൾക്ക് അത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് ആശംസകൾ നേരുന്നു. നമ്മുടെ അക്കാദമിയുടെ പേരിൽ ഒരു ചെറിയ മൊമെന്റോ നമ്മുടെ സച്ചിൻ ചേട്ടന് കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ നമ്മുടെ അക്കാദമിയുടെ കോച്ച് സുനിൽ സാറ്, കോടകര ഫുട്ബോൾ ഡെവലപ്മെന്റ് കോർഡിനേറ്റർ വിനിച്ചേട്ടൻ, നമ്മുടെ സീനിയർ ടീം ക്യാപ്റ്റൻ ദേവദത്ത്, ജൂനിയർ ടീം ക്യാപ്റ്റൻ ദേവനാഥ് എന്നിവരെ ക്ഷണിക്കുന്നു.